ഹലോ, നിങ്ങളൊരു +2 വിദ്യാർത്ഥിയാണോ? അല്ലെങ്കിൽ +2 വിദ്യാർത്ഥിയുടെ രക്ഷിതാവാണോ? എങ്കിൽ നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണണം. സ്വാഭാവികമായിട്ടും +2 കഴിഞ്ഞതിന് ശേഷം ഇനി എന്ത് എന്നുള്ള ഒരു ചോദ്യമായിരിക്കും ഉണ്ടാവുക. എന്ത് പഠിക്കണം, എവിടെ പഠിക്കണം, ഏത് കോഴ്സ് ചെയ്യണം എന്നൊക്കെയുള്ള സംശയങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ട സംഗതി എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും മികച്ച സ്ഥാപനത്തിൽ പഠിക്കുക എന്നതാണ്. നല്ല കോഴ്സ് പഠിക്കുക എന്നതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ടതാണ് ഏറ്റവും മികച്ച സ്ഥാപനങ്ങളിൽ അത് പൂർത്തിയാക്കുക എന്നുള്ളത്. അത് കേരളത്തിലാണെങ്കിലും കേരളത്തിന് പുറത്താണെങ്കിലും ഇനിയിപ്പോൾ ഇന്ത്യക്ക് പുറത്താണെങ്കിലും പോലും അതിനുള്ള അവസരങ്ങളും സാധ്യതകളും നമ്മുടെ മുമ്പിലുണ്ട്. സ്വാഭാവികമായിട്ടും ഇന്ത്യയിൽ ഏറ്റവും മികച്ചു നിൽക്കുന്ന സർവകലാശാലകളും സെൻട്രൽ യൂണിവേഴ്സിറ്റികളും നമുക്ക് മുമ്പിലുണ്ട്. അതിൽ ഡൽഹി യൂണിവേഴ്സിറ്റി പ്രധാനപ്പെട്ട ഒരു യൂണിവേഴ്സിറ്റിയാണ്. ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റികളെ നമ്മൾ നോക്കുന്ന സമയത്ത് ഇന്ത്യയിലെ ടോപ്പ് മോസ്റ്റ് കോളേജസ് ഒക്കെ വരുന്നത് ഡൽഹി യൂണിവേഴ്സിറ്റിക്ക് കീഴിലാണ്. ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി വരുന്നുണ്ട്, അതുപോലെ തന്നെ ജാമിയ മില്ലിയ ഇസ്ലാമിയ വരുന്നുണ്ട്, അതുപോലെ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയും പോലെയുള്ള ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജസ് യൂണിവേഴ്സിറ്റി പോലെയുള്ള ഒരുപാട് സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ ഇന്ത്യയിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇത്തരം യൂണിവേഴ്സിറ്റികളിലേക്ക് എത്തിപ്പെടാനുള്ള എൻട്രൻസ് എക്സാമിനേഷനാണ് CUET UG എന്ന് പറയുന്നത്. അതുകൊണ്ട് +2 മാർക്കിന്റെ അടിസ്ഥാനത്തിലല്ലാതെ നിങ്ങൾ എൻട്രൻസ് എക്സാമിനേഷൻ സ്കോർ ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിൽ വിവിധ കോഴ്സുകളിലേക്ക്, BA കോഴ്സുകളിലേക്ക്, BSc കോഴ്സുകളിലേക്ക്, അതുപോലെ തന്നെ BTech പ്രോഗ്രാമുകളിലേക്ക്, അതുപോലെ തന്നെ അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളിലേക്കൊക്കെ എത്തിപ്പെടാനുള്ള സാധ്യത തുറന്നിടുന്ന എൻട്രൻസ് എക്സാമിനേഷനാണ് CUET UG എന്ന് പറയുന്നത്. അപ്പോൾ CUET UGയുടെ അപ്ലിക്കേഷൻ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം മാർച്ച് 26 വരെയാണ് ഇപ്പോൾ നിലവിൽ സമയം, ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിട്ടുള്ളത്. +2 പരീക്ഷ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആലോചിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഒരുപക്ഷെ സമയം ഉണ്ടായിക്കൊള്ളുന്നില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് CUET UGക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാക്കുകയും അത് എത്രയും പെട്ടെന്ന് അപേക്ഷിക്കുകയും ചെയ്യേണ്ടതാണ്. അങ്ങനെ അപേക്ഷിച്ച് കഴിഞ്ഞാലുള്ള മെച്ചം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 200ഓളം വരുന്ന യൂണിവേഴ്സിറ്റികളിലേക്ക്, വ്യത്യസ്ത കോഴ്സുകളിലേക്ക് നിങ്ങൾക്ക് പ്രവേശനം ലഭിക്കാനുള്ള ഒരു സാധ്യത അവിടെ തുറന്നിടുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട സവിശേഷത. അതിന് പ്രത്യേകിച്ച് യാതൊരു തരത്തിലുള്ള സർട്ടിഫിക്കറ്റുകളുടെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾക്കൊരു ഫോട്ടോഗ്രാഫും അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു സിഗ്നേച്ചറും സ്കാൻഡ് കോപ്പി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ സ്വന്തമായി കമ്പ്യൂട്ടറോ ലാപ്ടോപ്പോ ഉണ്ടെങ്കിൽ ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം. വെബ് അഡ്മിഷൻ ഹെൽപ്പ് ഡെസ്കിനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനാവശ്യമായിട്ടുള്ള സപ്പോർട്ടിങ്ങും അതിനാവശ്യമായിട്ടുള്ള ഗൈഡൻസും പ്രൊവൈഡ് ചെയ്യാൻ നമ്മൾ ഒരുക്കമാണ്. അങ്ങനെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ എഴുതുന്ന പ്രധാനപ്പെട്ട പ്രവേശന പരീക്ഷകളിലൊന്നായിട്ടുള്ള CUET UGക്ക് വേണ്ടി നിങ്ങൾ നേരത്തെ തന്നെ തയ്യാറെടുക്കുകയും അതിനാവശ്യമായിട്ടുള്ള അപ്ലിക്കേഷൻ കൊടുക്കുകയും ചെയ്യുക. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. അവസാന നിമിഷത്തേക്ക് മാറ്റിവെക്കുന്നതിന് പകരം വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ എൻട്രൻസ് എക്സാമിനേഷന്റെ അപ്ലിക്കേഷൻസ് കൊടുത്തു തുടങ്ങുക. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.